ആട് 3 സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്കിതിൻ്റെ സ്റ്റോറി ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. ഒരിക്കലും ഇതൊരു ഡീകോഡിംഗ് എന്നൊന്നും ഞാൻ പറയാൻ അവകാശപ്പെടുന്നില്ല. കാരണം അത്രയൊന്നും ഡീകോഡ് ചെയ്ത് പറയാൻ എനിക്ക് അത്രയൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല അതിനകത്തൊന്നും. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം മാത്രം ഞാൻ പറയാം. ഇതിൽ തുടക്കത്തിലൊരു ഡയലോഗ് നമുക്ക് കേൾക്കാൻ പറ്റും. ആകാശത്തിനപ്പുറത്ത് മറ്റേതോ ഒരു ലോകത്തു നിന്ന് ഇത് വന്നെന്നാണ് അദ്ദേഹത്തിൻ്റെ മുൻപ് തലമുറയിലുള്ള ആൾക്കാർ പറഞ്ഞു എന്നൊരു സംഭവം പറയുന്നുണ്ട്. അത് പറയുന്നത് പാസ്റ്റിലെ ആ ഒരു ജയസൂര്യയാണ്, അത് രാജാവായിട്ടുള്ള ജയസൂര്യയാണ് അത് പറയുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ റോക്കറ്റ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരൻ പറയുന്നതാണ്. ശരിക്കും അതും ഇതുമായിട്ട് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ട്രാവൽ ചെയ്യാനൊക്കെ ശക്തിയുള്ള ഒരു സാധനം, എന്തോ ഒരു നല്ല പവറുള്ള ഒരു ഐറ്റം, ആ സംഭവമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും എന്തും ചെയ്യാം. ഇപ്പം നമുക്ക് ഇപ്പം ടൈം ട്രാവൽ ചെയ്ത് പോകാം. അതായത് നമ്മുടെ കാലഘട്ടത്തിന് മുമ്പ് നമുക്കറിയാലോ ടൈം ട്രാവൽ എന്താണെന്ന്, മുമ്പ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും, പുറകോട്ട് പോകാൻ സാധിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അത് കൈ കിട്ടിയവരാരാണോ അവരായിരിക്കും രാജാവ് എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് തേടി കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ഒത്തിരി ദുഷ്ടശക്തികളാണ് വന്നിട്ടുള്ളത്. എന്നിട്ടൊന്നും അവർക്കൊന്നും അത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും ആ ഒരു വോയിസ് ഓവറിലാണെങ്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു സംഭവം തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ മൊത്തം ത്രെഡ് എന്ന് പറയുന്നത്. പാസ്റ്റിലാണേലും പ്രസൻറ്റിലാണേലും ആ ഒരു ഐറ്റമാണ് ഇത് കണക്ട് ചെയ്താണെങ്കിൽ പാസ്റ്റും പ്രസൻറ്റും ആ ഒരു ടൈം ട്രാവൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റിലുള്ള ജയസൂര്യ, അതായത് ഷാജി പാപ്പനും കൂട്ടർക്കും ഈ ഒരു സംഭവം, ആ ഒരു ഐറ്റം എങ്ങനെയോ ഇവരുടെ കൈ വന്ന് അതിൽ ടൈം ട്രാവൽ ചെയ്യുന്നതാകാം ഈ ഒരു സിനിമ എന്നാണ് എനിക്കിപ്പം ടോട്ടലി ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, 2 കാര്യങ്ങളുണ്ട്. പാലം പൊളിക്കുന്ന കാര്യം അത് പാസ്റ്റിലും പറയുന്നുണ്ട്, പ്രസൻറ്റിലും പറയുന്നുണ്ട്. പാസ്റ്റിൽ പറയുമ്പോൾ അതിൻ്റെ മേളിൽ കയറ്റുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരെയായിട്ട് കൊല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെയാണ് ജയസൂര്യ ഇങ്ങനെ ആ ഒരു വാള് ഉറുമി ഇങ്ങനെ വീശുമ്പോഴത്തേക്കിന് പുള്ളിയുടെ തലേ വന്നിടിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ പ്രസൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഷാജി പാപ്പൻ്റെ അമ്മയാണെങ്കിൽ ഷാജി പാപ്പനോട് പറയുന്നുണ്ട്, പാലം പൊട്ടിച്ച പൈസ കൊണ്ട് വേണോടാ, അല്ലെങ്കിൽ പാലമാണെങ്കിൽ തകർത്ത പൈസ കൊണ്ട് വേണോടാ ജീവിക്കാൻ എന്നുള്ള രീതിക്ക് ഒരു സംഭവമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാലം പാസ്റ്റും പ്രസൻറ്റിലും തമ്മിലൊരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് പറയുന്ന പോലെ അതിലൊരു കണക്ഷനുണ്ട്. ഇപ്പം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരു സംഭവം അല്ലെങ്കിൽ അത് എങ്ങനെ ഒരു രീതിയിൽ കണക്റ്റായിട്ട് അവർ ലാസ്റ്റ് ആ ഒരു മെഷീൻ ചെയ്ത് തീർക്കുന്ന രീതിക്കത്തെ ഒരു കഥയായിരിക്കും ഈ സിനിമയുടെ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മിക്ക ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവിടെ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിലാണെങ്കിൽ ഒരു നിക്കറാണോ അണ്ടർവെയർ ആണോ ഇത് കണ്ടിട്ട് തോന്നുന്നില്ല, അതിലൊരു അണ്ടർവെയർ കാണിക്കുന്ന ഒരു സീനുണ്ട്. അണ്ടർവെയറിനകത്താണെങ്കിൽ മിന്നലിൻ്റെ സിമ്പലൊക്കെ ഇട്ടിട്ടുണ്ട്. ആ മിന്നലിൻ്റെ സിമ്പലൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ആ ഒരു കച്ചിപ്പുര പോലത്തെ ഒരു പുരയിൽ നിന്നാണ് ആ ഒരു അണ്ടർവെയർ കാണിക്കുന്ന ഒരു സീൻ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജയസൂര്യയുടെ ഒക്കെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഒരാൾ ഒരു വയർ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സീനുണ്ട്. ഒരു സ്ഥലം ബ്ലാസ്റ്റാണ്. ആ അണ്ടർവെയർ കാണിക്കുന്നതും ആ പൊട്ടിത്തെറിക്കുന്നത് രണ്ടും ഒരേ സ്ഥലമാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി അത് എന്തെങ്കിലും ആർക്കെങ്കിലും പണി കൊടുക്കുന്നതാണോ അതോ നമ്മൾ വിചാരിക്കാത്ത വേറെ എന്തെങ്കിലും ഒരു പരിപാടിയാണോ, അതൊന്നും എനിക്കൊരു സംശയം ഇല്ലാതില്ല. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ദുഷ്ടശക്തികൾ തേടി വന്നിട്ടും അത് അവരെ കൊണ്ട് എടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന്. ജയസൂര്യ ആണെങ്കിൽ ആ ഒരു പാസ്റ്റ് പോർഷനിലെ രാജാവായിട്ടുള്ള ജയസൂര്യ ഇങ്ങനെ വോയിസ് ഓവർ പറയുന്ന കാര്യം. അപ്പോൾ അവിടെ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് വിനായകനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. വിനായകനാണെങ്കിൽ നമ്മുടെ ആട് പാർട്ട് 1 നീലക്കൊടുവേലി എടുക്കാനായിട്ട് വരുന്നുണ്ട്. വേറൊരാൾ പറഞ്ഞിട്ട് അറിഞ്ഞാണ് പുള്ളി അത് എടുക്കാൻ വരുന്നത്. എന്നിട്ട് പുള്ളിക്ക് അത് കിട്ടുന്നില്ല. അതൊന്ന് മൈൻഡ് വെക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പാർട്ട് 3 നോക്കുകയാണെങ്കിൽ വിനായകനാണെങ്കിൽ ഇവിടെ പാസ്റ്റിലും പ്രസൻറ്റിലും ജയസൂര്യക്കെതിരായിട്ട് വരുന്നുണ്ട്. അതിൽ പാസ്റ്റ് വരുന്നത് പുള്ളി വേറൊരു സ്ഥലത്തെ രാജാവ് വേറൊരു സ്ഥലം കീഴടക്കാൻ വരുന്ന രീതിക്കാണ് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്ഥലം കീഴടക്കാനല്ല, പുള്ളി വരുന്നതും അതേ സാധനം എടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. ആ സാധനത്തിന് വേണ്ടിയുള്ള യുദ്ധവും കാര്യങ്ങളും ആയിരിക്കും അവിടെ നടക്കുന്നതെന്നുള്ളതും നമുക്ക് കണക്ട് ചെയ്യുമ്പം മനസ്സിലാകുന്നുണ്ട് ചെറുതായിട്ടും. അങ്ങനെ ആകണമെന്നില്ല, എങ്കിലും കണ്ടപ്പോൾ ഒരു സംശയം തോന്നി അങ്ങനൊരു സംഭവം ഉണ്ടെന്നറിഞ്ഞ് വരുന്ന രീതിക്ക്. അതേപോലെ തന്നെ സാത്താൻ സേവിയർ, നമുക്ക് എല്ലാവർക്കും അറിയാം സാത്താൻ സേവിയറിൻ്റെ അപ്പൂപ്പനും അച്ഛനും ആരാണ്ട് ഒരു സായിപ്പാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കാണിക്കുന്നത് സാത്താൻ സേവിയറിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നത് പുള്ളി ഒരു ബ്രിട്ടീഷുകാരൻ അങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നു കാണിക്കുന്നത്. അന്നേരം പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ആ പാലത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് സാത്താൻ സേവിയറും നമ്മുടെ പി പി ശശിയും തമ്മിൽ ഇതിനകത്ത് സംസാരിക്കുന്ന രീതിക്ക് സംഭവം കാണിക്കുന്നുണ്ട്.
സാത്താൻ സേവ്യർ ആണെങ്കിൽ പി ശശിയെ പൊക്കി അടിക്കുന്ന രീതിക്ക് ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഇന്ന സംഭവം ചെയ്തു കഴിഞ്ഞാൽ സാറിനാണെങ്കിൽ ഭയങ്കര പേര് കിട്ടുമെന്നുള്ള രീതിക്കത്തെ എന്തോ ഒരു സംഭവമാണ് അവിടെ സാത്താൻ സേവ്യർ കത്തിച്ച് കൊടുക്കുന്നത്. അപ്പം പുള്ളി അത് വിശ്വസിച്ച് പുളകം കൊള്ളുന്ന രീതിക്കത്തൊരു സീനൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ പാസ്റ്റിലും അതേപോലെ തന്നെ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും. ഇപ്പോൾ അവർ ഒരേ രീതിക്കത്തെ വില്ലന്മാരുടെ ഗ്യാങ്ങിൽ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരു സെറ്റായിരിക്കും ആ ഒരു പാസ്റ്റ് കാലഘട്ടത്തിൽ നിന്ന് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ പാലം പൊളിക്കുന്ന സംഭവമാണ്. ഈ ഒരു ട്രെയിലറിനകത്താണെങ്കിലും കൗണ്ട് ഡൗൺ ചെയ്യുന്നൊരു സംഭവം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പാലം ബോംബിട്ട് തകർക്കുന്ന രീതിക്ക് അത് എന്തെങ്കിലും ഒരു സംഭവമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ആണോ? അന്നേരമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ആ മൈസൂർ റോക്കറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രിട്ടീഷുകാരൻ പറയുന്നൊരു സംഭവം ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. എനിക്ക് തോന്നുന്നു ഷാജി ബാബുവിനും കൂട്ടരും ടൈം ട്രാവൽ ചെയ്ത് അങ്ങ് ചെന്നിട്ട് ആ സാധനം തൂക്കിക്കൊണ്ട് ഇങ്ങനെ വരുമോയെന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. ആ ഒരു മൈസൂർ റോക്കറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഐറ്റം. കാരണം അത് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളെന്നുള്ള രീതിക്കാണ് അതിനകത്ത് കാണിക്കുന്നത്. ആ ഒരു സ്ഥലത്തുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ട്രെയിലറിനകത്ത് ഷാജി പാപ്പനും അതേപോലെ തന്നെ സണ്ണി വെയിൻ, സാത്താൻ സേവ്യർ അവരെല്ലാവരും ആണെങ്കിൽ ആ ഒരു കാട്ടിൽ ഏകദേശം സെയിം സ്ഥലമാണ്. അവരെല്ലാവരും അവിടെ നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ ഈ സാധനം തേടി ആ കാട്ടിലോട്ട് പോകുന്നുള്ളതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഉറപ്പാണ് നമുക്ക് 100% ഫൺ മൊമെൻറ്റ്സ് എല്ലാം ഈ പടത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെയൊക്കെ ഒരു രീതിക്കത്തെ ഒരു സ്റ്റോറി ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ചില ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് പാസ്റ്റ് പോർഷനിൽ കുറച്ച് സീരിയസ് ആയിട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. പ്രത്യേകിച്ച് ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടറൊക്കെ ഇന്ദ്രൻസ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള രീതിക്കാണ് ഈ ട്രെയിലറിനകത്ത് പാസ്റ്റ് പോർഷനിലെല്ലാം കാണിച്ചിരിക്കുന്നത്. പ്രസൻറ്റ് നമ്മുടെ പി ശശി അറിയാമല്ലോ, സീനാണ്. എന്തായാലും ഈ ഒരു സിനിമ നന്നായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു കിടിലൻ കളക്ഷനും അതേപോലെ തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും എല്ലാം നല്ലതായിട്ട് വന്ന് നല്ലൊരു വിജയമാറുമെന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നെ ഈ ഒരു സംഭവം പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉണ്ട് ഇതിൻ്റെ. അതായത് ഈ ഒരു റൈഡിൻ്റെ പാർട്ട് 2 ഉണ്ട്. എനിക്ക് അവിടെ ഒരു സംശയം വരുന്നത്, ഇതിപ്പം പാസ്റ്റും പ്രസൻറ്റും കണക്ഷനാണ്. ഇനി പാർട്ട് 2 ഫ്യൂച്ചർ ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുകളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പാസ്റ്റ് കാലഘട്ടത്തിലാണെങ്കിൽ രാജാവായിട്ടുള്ള ജയസൂര്യ ഇരിക്കാൻ നേരം അദ്ദേഹത്തിൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലുമായിട്ട് ഫ്രെയിം ചെയ്തൊരു ഫോട്ടോയിൽ കാണിക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ മരിച്ചുപോയ നെടുമുടിച്ചേട്ടൻ്റെ ഫോട്ടോയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അത് അച്ഛനോ മുതുമുത്തച്ഛനോ ഒക്കെ ആകാം.